ഖത്തറിൽ മലയാളി ഉൾപ്പെടെ 8 മുൻ ഇന്ത്യൻ നാവികരുടെ വധശിക്ഷ റദ്ദാക്കി. ജയിൽ ശിക്ഷ 8 പേരും അനുഭവിക്കണം. ഖത്തർ അപ്പീൽ കോടതി വധശിക്ഷ ഇളവ് ചെയ്ത കാര്യം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. ഒക്ടോബർ 26-നാണ് ചാരപ്രവർത്തനം ആരോപിച്ച് ഖത്തറിലെ കോടതി ഒരു മലയാളിയടക്കം 8 മുൻ ഇന്ത്യൻ നാവികർക്ക് വധശിക്ഷ വിധിച്ചത്. ദെഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസ് എന്ന സ്ഥാപനത്തിലായിരുന്നു ഇവർക്ക് ജോലി. ഇറ്റാലിയൻ നിർമ്മിത അന്തർവാഹിനി ഖത്തറിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്നാണ് നാവികർക്കെതിരായ ആരോപണം. മാർച്ചിൽ വിചാരണ ആരംഭിച്ച് ഒക്ടോബറിൽ ഖത്തർ കോടതി വധശിക്ഷ വിധിച്ചു. പിന്നാലെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടു. നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഖത്തറുമായി വിഷയം ചർച്ച ചെയ്തു. ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ നാവികരെ സന്ദർശിക്കുകയും അപ്പീൽ നൽകുകയും ചെയ്തു. പിന്നാലെയാണ് വധശിക്ഷ റദ്ദാക്കിയ വിധി. വിശദമായ ഉത്തരവിനായി കാത്തിരിക്കുകയാണെന്നും കേസിന്റെ തുടക്കം മുതൽ നാവികരുടെ ഒപ്പമുണ്ടെന്നും തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി. കഴിഞ്ഞ ദിവസം ദുബായിൽ കാലാവസ്ഥ ഉച്ചകോടിക്കിടെ ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താമിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് ഈ വിഷയം ചർച്ചയായി. റിപ്പോർട്ടർ, ദില്ലി.